അപ്പൊ മക്കൾ ഉമ്മയെ താഴേക്കാ നോക്കുക, പക്ഷെ ഉമ്മ മീതയാണെന്ന് തിരിച്ചറിയണം. നീ താഴേക്കാണ് നോക്കുന്നതെങ്കിലും ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം കിടക്കുന്നത്. 10ാം ക്ലാസ്സിലോ 8ലോ 9ലോ പഠിക്കുന്ന മക്കളോട് ഒന്ന് ഉപദേശിക്കാൻ പോലും മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്ത വിധം, അത് കഴിഞ്ഞിട്ട് പിന്നെ +2 +1 +2 ഒന്നും പറയണ്ട, 8ാം ക്ലാസ്സോ 9ലോ എത്തുമ്പോഴേക്കും സ്വന്തം മക്കളോട് മോനെ നീ ഫോണിന് അഡിക്റ്റ് ആവുന്നുണ്ടോ, സ്ക്രീൻ ടൈം കൂടുന്നുണ്ടല്ലോ, അതൊന്നും എടുത്തു വെക്കണ്ടേ, നിസ്കരിക്കാൻ പോവണ്ടേ, നിസ്കരിച്ചിരുന്ന മോനല്ലേ, നിനക്ക് ഖുർആൻ ഓതണ്ടേ എന്ന് പറയാൻ പോലും മാപ്പയ്ക്കും ഉമ്മയ്ക്കും ധൈര്യമില്ലാത്ത വിധം മക്കളുടെ സ്വഭാവങ്ങളിൽ ശൗര്യവും ഈർഷ്യതയും വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ഈ പരാമർശങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കണ്ടയോ? ഇത് അല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ്, ഇത് റബ്ബിന്റെ രീതിയാണ്. ഇവിടെ ആദം അലൈഹിസ്സലാമെന്നും ഹവ്വ ബീബിയും എന്ന് പറയുന്ന ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ എല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ റബ്ബാണ് നമ്മുടെ റബ്ബ്. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മാതാപിതാക്കളുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ. വഖ്ഫിദു ലഹുമാ ജനാഹദ്ദുല്ലി, ജനാഹ് എന്ന് മാത്രം പറഞ്ഞു, ജനാഹക കൂട്ടുകാരോട് ചിറക് താഴ്ത്തണം. മാതാപിതാക്കളുടെ മുമ്പിലോ നിന്ദ്യമായ നിസ്സാരമായ നിന്ദ്യതയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ, വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ചിറകുകൾ, നീ നിസ്സാരനാണ് എന്ന മട്ടിൽ നിന്റെ ചിറകുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിവെക്കണമേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, കൊച്ചുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാവിനോടും പിതാവിനോടും റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ നബിയെ, അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തുൽ ഇസ്രാ.